ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ അടുത്ത ഡിവിഷൻ മാച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ ഏത് പാക്കാണ് എടുത്തത്. കാരണം എന്താ വെച്ചാൽ ഞാൻ എടുക്കാൻ പോവാണ് പാക്ക്. അപ്പോൾ എന്തായാലും കോയിൻ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, എനിക്കിന്ന് 100 കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാഷണൽ ടീമിൽ നിന്ന്. അതുപോലെ തന്നെ ലോഗിൻ ബോണസ് ആയിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഏത് പ്ലെയറിനെ എന്താ പറയുക 2025 കൊനാമി തരണേ ജസ്റ്റ് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറിനെ. അതുപോലെ കുറേ ആയി നമ്മുടെ CR7 ഒക്കെ എപ്പിക് കാർഡ് വരും എന്നൊക്കെ പറയുന്നത്. എന്തായാലും വരുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഓപ്പോണ്ട് സെറ്റാണ് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം, റാങ്കിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഗൈസ്. അപ്പൊ നോക്കുകയാണെങ്കിൽ എന്റെ മോനെ ഒരു സീൻ സ്ക്വാഡ് സാബേഡിയാണ്. എന്തായാലും നെയ്മർ ഉണ്ട്. അതുപോലെ തന്നെ 3-2-2-3 നമ്മൾ ഇതുവരെ കാണാത്തൊരു ഫോർമേഷൻ ആണ്. ക്വിക്ക് കൗണ്ടറാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അത്യാവശ്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ക്വാഡ് തന്നെയാണ് ഗൈസ്. അതുപോലെ തന്നെ ഗോളിയുണ്ട്, പുതിയ ഗോളീസ് ഒക്കെയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വാൻഡിജ് കാണും ക്യാപ്റ്റൻ. എന്തായാലും നോക്കുകയാണെങ്കിൽ മർലോണ, ബെല്ലിംഗം, സക്ക, പുതിയൊരു പ്ലെയർ ഒക്കെ ഏതൊക്കെയും ഉണ്ട്. നമുക്ക് എന്തായാലും കാണാം ഗൈസ്. അപ്പൊ നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. നമ്മുടെ ഓക്കെ സെറ്റാണ്, നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും റെഡിയാണ്. എന്തായാലും കക്കാറിലെ എല്ലാവരും സെറ്റാണ്. ജമാല്, അൽവാരൊക്കെ സെറ്റാണ്. അപ്പൊ നമുക്ക് മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ റാങ്കിങ് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഓപ്പോണ്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റാങ്കിലുള്ള പ്ലെയർ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഇറ്റ്സ് മെസ്സി മാജിക് ഓർ ഓക്കെ ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റില് ലൂക്കാക്കുവിനൊക്കെ ഇറക്കാൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എൻ്റെ ഉണ്ട്. അപ്പൊ സെറ്റ് ആക്കാം. അതുപോലെ തന്നെ പണ്ടത്തെ കുറെ പ്ലേയേഴ്സ് ലിസ്റാസു, അതുപോലെ തന്നെ ഇബ്രാഹിമോവിച്ച്, ഇവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും വരുന്ന വീഡിയോയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തി സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അവരൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയാ നമ്മളൊരു ഇത് കണ്ടായിരുന്നു, ഒരു കൊനാമി പറഞ്ഞൊരു ഇതിൽ കണ്ടായിരുന്നു. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്യണം ഈ ഫുട്ബോൾ കയറാണ്ട് വെക്കരുത്. കാരണം അത് അങ്ങനത്തെ അക്കൗണ്ടാണ് അവർ നിലവിൽ നിർത്തിക്കളയാന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അത് കുറെ ടൈം എടുക്കും. അതാണ് കുറെ ടൈം എടുത്തിട്ടേ കളി വെക്കുള്ളൂ. അപ്പം ഷാബി അലോൺസോയുടെ ആസ്ട്രോ വേഴ്സസ് ക്രിസ്റ്റോ ആൽബിനോന്റെ ബാർസലോണ. അപ്പൊ ഇന്നത്തെ മാച്ച് എന്തായാലും കാണാം. അടിപൊളി ഒരു മാച്ച് ആയിരിക്കും. ഓപ്പോണ്ട് സീനാണ് സ്ക്വാഡ്. അതിനപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വൈറ്റ് ആട്ടോ. ഓക്കെ, ഡ്രാഗോ, റോഡ്രി, ഡിലൈറ്റ്, ഓക്കെ, പെഡ്രി, ബെല്ലിംഗം. എടാ എന്തുവാടേ കാണിക്കുന്നേ റോഡ്രിഗ. എന്റെ മോനെ ഗൈസ്, ഫസ്റ്റ് തന്നെ അവന്മാരിപ്പോ ഹെഡ് അടിച്ചാനാ കേട്ടോ. എടാ ഉഷാറായി കളിക്ക്. എന്റെ മോനെ ഫസ്റ്റ് തന്നെ കോർണർ കിട്ടല്ലോ അവന്മാര്. ഓക്കെ, അപ്പൊ നോക്കിയോക്കെ ഡിബ്രൂണി. എന്റെ മോനെ ഫസ്റ്റ് തന്നെ ഗോൾ അടിച്ചു ഗൈസ്. എന്റെ പൊന്നുമോനെ ഹെഡിങ് കറക്റ്റ് ഒരു വാൽവരുടെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ മിസ്സായി. എന്നാലും കുഴപ്പമില്ല. കംബാക്ക് എംബാപ്പേ, റോഡ്രിഗ, ഓക്കെ, ബെല്ലിംഗാം, കിമ്മിച്ച്. എടാ എന്തുവാടെ എല്ലാരും കാണിക്കുന്നേ. എടാ കേറി വാ ഡിബ്രൂണി. എടാ ഇതെന്താ എല്ലാരും പെഡ്രി. എന്റെ മോനെ ഗൈസ്, എന്റെ മോനെ ഇതെന്ത് ചെക്കൻ കേറിപ്പോണല്ലോ ഡ്രോപ്പ. നൈസ് ഒരു ഹെഡ് ഇട്ടോ. എന്റെ മോനെ കറക്റ്റ് പോയി. അലിപ്പ ഗോള് കയറുന്നേ. എന്റെ മോനെ സീൻ സ്കോഡ്. ഗൈസ്, അപ്പൊ എന്തായാലും മാച്ചിലേക്ക് തിരിച്ചു വരാം. എന്താടാ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റി. എംബാപ്പേ, വാട്ട് ഈസ് ബ്രോ ഹാപ്പനിങ്. പെഡ്രി, ഓസേട്ടാ. എടാ നോക്കിയടാ. എന്റെ മോനെ എന്തുവാടെ കാണിക്കുന്നേ. ഇവന്മാരെ പോസ്റ്റേട്ടാ ടു. ഓക്കെ, പെഡ്രി, റോഡ്രിഗർ അവിടെ ഉണ്ട്. അതൊരു പണിയാണ്. ബെല്ലിംഗാം, ഓക്കെ. ഇനി നമ്മൾ കയറ്റി ഇവിടെ സമ്മതിക്കരുത്. സണ്ണ്,
എൻ്റെ മോനെ കോസ്റ്റേട്ടാ. ബെല്ലിംഗാം. ഓക്കെ, ബാക്കോട്ട് ഡിലൈറ്റ്. റോഡ്രി, എംബാപ്പെ. എൻ്റെ മോനെ ഇവന്മാർ പൊസിഷനിങ് ഗെയിമാണ്. എടാ എൻ്റെ കിട്ടിയിട്ടുണ്ട് ഒരു ഓക്കെ. ഐസ് അതെന്താ അവിടെ ഓഫ് സൈഡാണോ? ഓ, ഞാൻ വിചാരിച്ചു വല്ല ഫൗളും വരുത്തിയതാണ്. ഓഫ് സൈഡാണെന്ന് തോന്നുന്നു ഗൈസ്. ശേ, ഗോളി ഡിഡ. ഓക്കെ, ഡിബ്രൂണി, ബെല്ലിംഗാം, പെഡ്രി. എടാ ഇതെന്താ കേറി വരാത്ത ആരും? ഡിഡ, വാ. There will be 1 minute added time. എടാ ഗൈസ് ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നോക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഒരു സീം പ്ലെയർ അല്ല. ഷോട്ട് നോക്കണേ, നമുക്ക് ഷോട്ട് പോലും അടിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും കിടിഞ്ഞ് നോക്കുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ പ്ലെയർ ആയാലും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇതങ്ങ് പോയി, അതാണ് പറ്റിയത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നെയ്മറിനെ കുറേ കക്കറിനെ ഇറക്കാം. അതുപോലെ തന്നെ അൽവാരസിനെ, റാഷ്ഫോർഡിനെ ഇറക്കാം ഗൈസ്. അതുപോലെ ഫോഡൻ വരട്ടെ. ഇനി 2 സബും കൂടെ ബാക്കിയുണ്ട്. നമുക്കെന്തായാലും ഹാളൻഡിനെ ഇറക്കാൻ ടൈം ആയിട്ടില്ല. ഓക്കെ, അൽവാരസിനെ ഇറക്കാം ഗൈസ്. അൽവാരസ് കുറച്ചുകൂടെ ഇതുണ്ടാവും. അൽവാരസിനെ എന്തായാലും ഇറക്കാം. അപ്പോൾ നമുക്ക് ഹാഫ് ടൈമിന് ശേഷം എന്ത് നടക്കുമെന്ന് കാണാം ഗൈസ്. എൻ്റെ മോനൊരു കിടിലിനൊപ്പമുണ്ട്, ഞാൻ ഇതുവരെ വിചാരിച്ചില്ല കേട്ടോ. ഓക്കെ, മാച്ചിലേക്ക് ഇറക്കാം. റാഷ്ഫോർഡ്, ജെറാഡ്, ബെക്കംബർ. ഓക്കെ, കർല, അൽവാരസ്. അയ്യോ ഓടാ ഗൈസ്, അതൊരു കുറച്ച് കയറിപ്പോയി. എന്തായാലും ചെക്ക നന്നായിട്ട് കയറി വരുന്നു. റോഡ്രിഗർ. ഓഫ്, ഓ വാൽവർ. എടാ എൻ്റെ മോനെ ഗൈസ്, മെസ്സിന്റെ ഒരു കിടില ഹെഡ് കിട്ടും. പക്ഷെ അവിടെ കേറിയില്ല ഗൈസ്. ഒരു കിടിലൻ കളിയായിരുന്നു അവിടെ. ക്ഷമിച്ച്, എടാ എന്തുവാടേ കാണിക്കുന്നേ? എന്റെ മോൻ ഇതെന്താണ് ഗൈസ്? ഇപ്രാവശ്യം എന്താ പറ്റില്ല? ഡ്രോപ്പ് ഗൈസ്. അവിടുന്ന് വീണ്ടും ഒരു ഷോട്ട്. ഗോളി തടഞ്ഞില്ല, അതും ഗോളി കയറിയാനെ. എന്റെ മോനെ പ്ലേയേഴ്സിനൊക്കെ എന്താ പറ്റിയൊരു എൽസൈൻ. എന്റെ മോനെ എന്താടാ കാണിക്കുന്നേ? എന്റെ മോനെ അടുത്ത ഗോള് ബെല്ലിംഗം ഗൈസ്. മാച്ചിലേക്ക് എന്തായാലും തിരിച്ചു വരണം പെട്ടെന്ന് തന്നെ. ഓക്കെ, എന്റെ മോനെ അടിച്ചേ. ഇറ്റ്സ് ഫോർഡൻ. ഓക്കെ, കക്കല്ല. എടാ എന്തുവാടെ കാണിക്കുന്നേ? ഓക്കെ, ഡ്രോഗ്ബ, റോഡ്രിഗർ, കോസ്റ്റേട്ടാ. ഫൗൾ ഗൈസ്. മറഡോണ. എൻ്റെ മോനെ ഗൈസ്, ഈ കളി ഇവന്മാര് എന്താ ഇത്? മാനുവൽ ന്യൂയർ ടു അൽവാരസിലേക്കാണ് ഗൈസ്. ഓക്കെ, ഗോൾ പിടിച്ചിട്ടുണ്ട് ഗൈസ്. എന്നാലും അവന്മാർ എങ്ങനെ ഡ്രോപ്പ് ചെയ്യണം? മെസ്സി എടാ ഇതെന്താണ്
ഗൈസ് എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. എടാ എന്തുവാടെ കാണിക്കുന്നേ? ഗൈസ് ഫുള്ളൊരു ചെക്കന്മാർ. എന്തായാലും ഗൈസ് നമുക്ക് സബിലേക്ക് കിടക്കാം. ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ യമാൽ ഗൈസ്. അപ്പോൾ നമ്മുടെ സബ് അങ്ങനെ കഴിഞ്ഞു. യമാലിനെ ലാസ്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെക്കൻ വരും നമുക്ക് വിശ്വസിക്കാം. ചെക്കൻ കംബാക്ക് അടിപ്പിക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ ഗൈസ്, എന്നാലും 2 ഗോളുകൾ എങ്ങനെ കയറി? എൽസാൻ എൻ്റെ മോനെ എടാ അടിച്ച്. ഈ റുഡ്രിഗർ അവിടെ വന്ന് പ്രശ്നമാണ്. എൻ്റെ മോൻ ഈ റുഡ്രിഗർ ആണ്. There will be 3 minutes added time. എൻ്റെ പൊന്നു മോനെ ഏതാടാ ഷോട്ട്? അതിനപ്പോൾ എന്തായാലും ഇന്നത്തെ മാച്ചിൽ നമ്മൾ 2 ഗോളുകൾക്ക് തോറ്റുപോയി. എന്തായാലും ലാസ്റ്റുള്ള പ്രകടനം അടിപൊളിയായിരുന്നു. യമാൻ മാൻ ഗൈസ്. എന്തായാലും യമാൻ്റെ ഒരു നല്ലൊരു കംബാക്ക് അടുപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ തന്നെ ടൈം ആയി. ചെക്കനെ ഇറക്കാൻ കുറച്ചുകൂടെ നേരത്തെ ഇറക്കായിരുന്നു. ഷോട്ട് നോക്കുകയാണെങ്കിൽ അവർ 8 ഷോട്ട് അടിച്ചു, നമ്മൾ 1 ഷോട്ട് അടിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ലാസ്റ്റ് ഷോട്ട് ഗോളി പിടിച്ചു കളഞ്ഞു ഗൈസ്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡ്രോപ്പ് മാൻ ഈ കളി ഡ്രോപ്പ് കൊണ്ടായിട്ടോ ഗൈസ്. 2 ഷോട്ടുകൾ ചെക്കൻ അത്യാവശ്യം നന്നായിരുന്നു പ്ലേ ചെയ്തു. അപ്പോൾ ഗൈസ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടിപൊളി മാച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു ഇതുമായിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.